ഓക്കെ 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 നമ്മളിപ്പോ എന്തിനാടെ കൂടിയിക്കണേ? നല്ലൊരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാനല്ലേ, ഇങ്ങനെ കച്ചറ ഉണ്ടാക്കല്ലേ. എല്ലാരും ഒന്ന് സബൂറാക്കി. എന്നാ പിന്നെ പറയാതെ സമൂഹ വിവാഹം നടക്കുന്നത് വെച്ചിട്ട് പള്ളിക്കാരും മിണ്ടണ്ടെന്ന്. അതല്ല ഹാജിയാരെ, നമ്മളെ എത്തിങ്ങാനയിലും നാട്ടിലും എത്ര കുട്ടികളാണ്. ഓലെ ജീവിതം നമ്മൾ കണ്ടില്ലേ വേറെ ആര് കാണാനാ? ഓലിക്കും ഉണ്ടാവില്ലേ കിനാക്കള്. ഇതൊക്കെ പറഞ്ഞു തരുന്നു. പള്ളി വേണ്ടെന്നാ ഈ പൈസയും കൂടി ഇട്ടാണ്ട് നമുക്ക് പള്ളിക്കാരൻ നോക്കാം. അങ്ങനെയല്ല ആചാര്യ, നിങ്ങളെല്ലാം കൂടെ എന്നാലേ ഫീസേ നിറക്കിയിട്ടാണെങ്കിലും സമൂഹം നടത്താൻ കഴിയുമെന്ന് യൂത്തിന് ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ പള്ളീന്റെ കാര്യം നിങ്ങൾ നോക്കിക്കോളിന്ന്. ഒന്നും വില കൊടുത്ത് സ്ഥലം മേടിക്കണേലും 2 തരി പൊന്നാ കുട്ടികൾ കൊടുത്താ പടച്ചോൻ കാണൂലേന്ന്. നിർത്തിക്കോളി. ഇനി ആരും പള്ളീൻ്റെ സ്ഥലത്തെ പറ്റി കച്ചറാക്കണ്ട. എൻ്റെ ഹൈവേയുടെ സൈഡിലുള്ള 60 സെൻറ്റ് സ്ഥലം ഞാൻ പള്ളിക്ക് വഖഫ് ചെയ്യുന്നു. നന്നായില്ലേ? ആ എന്തായാലും നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മറ്റേ കല്യാണം നമുക്ക് അങ്ങനെ അങ്ങനെ നടത്താം. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ആ എടാ നീ പോയിക്കോ, ഞാൻ ഓളോടൊന്ന് വിളിക്കാൻ പറയണ്ടേ? കുറച്ച് ദിവസമായി ഇപ്പം ഇജ്ജ് നീ പുരക്കല്ലേ? അതിന് നോക്കിടുന്ന ഒപ്പാ നേരം. ഇപ്പം നോക്കിയാലും തിരക്കല്ലേ. എവിടെയും കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓനാർന്ന് ഫോണിലെ ആ സ്റ്റുഡിയോക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് മാസം 4 ഇപ്പോഴും ആൽബം റെഡിയല്ല. അല്ല ഓനും ചൂടില്ല. ഞങ്ങളുടെ സ്നേഹം ഒരു ആൽബത്തിലൊന്നും ഒതുങ്ങുന്നതല്ല ഇപ്പം. അതെ നമ്മൾ വിട്ടാലാ. അസ്സലാമു അലൈക്കും. മോളെ എന്ത് എന്നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ കഷ്ടകാലം. ഇവിടെ മനുഷ്യനെ ഹോസ്പിറ്റലിൽ IP ബ്ലോക്ക് പണിയാൻ ക്യാഷ് ഇല്ലാണ്ട് നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുമ്പോൾ കിളവൻ്റെ ഒരു പള്ളി ഉണ്ടാക്കല്. ആ ഇക്കാൻ്റെ മോക്കിന്ന് ക്ലാസ്സില്ലേനാ? ഓ പഠിക്കായിരിക്കും അല്ലേ? നടക്കട്ടെ. ആരായിരുന്നടി ഫോണിൽ? ഞാൻ കണ്ടില്ലെന്ന് വെച്ചാ? ഒന്നുമില്ലമ്മ, ഇത് കൈതട്ടി വീണതാ. ശ്രദ്ധിക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇനി എടുക്കുമ്പോൾ കൈമുറിയാണ്ട് ശ്രദ്ധിച്ചാളാം.
ഇതൊരു 2 ദിവസം കഴിച്ചത് കുറവില്ലെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. ആ ഇന്നത്തെ മോളെ കൈമേ ഒന്നുമില്ലപ്പാ കോളിൽ നിന്ന് സ്ലിപ്പായതാ. കണ്ടില്ലേപ്പാ, ഒരു ശ്രദ്ധയില്ല. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഇന്നലെ നമ്മൾ കമ്മിറ്റിയിലൊരു തീരുമാനത്തോട് ചർച്ചയാക്കാൻ വന്നിക്കാം. അതിനാണോ കൊച്ചക്കേറി വന്നിട്ട്? മോനോട് ചോദിക്കണ്ടേ? അതിനിപ്പോൾ എന്താ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിനല്ലേ. ആ അത്രേ ഇന്നലെ ഞാൻ പോകാൻ സമയം റെഡി ആവട്ടെ. ശരി. ഓനെന്താ പറഞ്ഞേ? എന്തു പറയാൻ, നീ ഉണ്ടാക്കിയ ഒരു സോലുകൾ നമ്മളെക്കാൾ പ്രായത്തില ഓൻ കാര്യത്തിലൊക്കെ. എന്നിട്ട് എന്താക്കി? എന്താക്കാൻ പേപ്പറൊക്കെ കൊടുത്ത് പോന്നിക്കണം. നിങ്ങൾ ഷാനെ കണ്ടീനോ? സുഖല്ലേ ഓക്ക്? അല്ലാതെ അജാതി കെട്ടിയാണല്ലേടി നമ്മളൊക്കെ കൊടുത്തിക്കണം. അത്ഭുതമില്ലല്ലോ. ഡേ, ഇയാളൊന്ന് നിന്നാ. ഒരു കടുകുമണീൻ്റെ വിവരമെങ്കിലും ഉണ്ടടി എൻ്റെ ഉപ്പാക്ക്. അയാൾ എന്താ കരുതിയ എന്നെ പൊട്ടനാക്കാന്ന? ആ സ്ഥലം തന്നെ വേണമല്ലേ അയാൾക്ക് എഴുതി കൊടുക്കാൻ. ഉപ്പാലുള്ളത് ആണുങ്ങളെ പോലെ നേരിട്ട് പറയണം, അല്ലാണ്ട് ഇന്നോടല്ല. നിർത്തടി, നാവ് പൊന്തുന്ന. നീ എന്തടി പറഞ്ഞ? ഞാൻ ആണല്ല എന്നാ? എന്തടി എനിക്കൊരു കുറവ്? നിനക്കറിയില്ല, നിങ്ങളുടെ കഴിവോട് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുന്നിലാണോ ഈ പുരുഷൻ പറയുന്നത്? മീശ വെച്ചാൽ മാത്രം ആണാവൂല. ഞാൻ ആണാണോ നിനക്ക് കാണിച്ചു തരടി. ഈ കുറച്ചുകൂടി ഒന്ന് കരുതണം കേട്ടോ. ഉമ്മ എവിടെ എത്താ? ഓള് വെല്ലുമിൻ്റെ അടുത്തിട്ടാൻ പോയതാ. അനക്കൊരു ചായ അടുത്ത് വെച്ചിരിക്കുന്നു, ഞാൻ നിസ്കരിച്ചു വരാം.
ഈ എവിടുക്കാ ആ പുതിയ സ്കാനിങ് മെഷീൻ്റെ കാര്യം എന്താക്കി? അതൊക്കെ ഉച്ചക്ക് എത്തി. ആ നേരത്തെ എത്തിയാ? സാമർത്ഥ്യമുള്ളവനാ. ആ ഷാലാൻ്റെ ഉമ്മയാണല്ലോ. ഓട്ടോ ഫോൺ സ്വിച്ച് ഓഫാ. ഇത് ഓൾക്ക് കൊടുത്താ. മോളെ, എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട്. എൻ്റെ ഫോണിക്ക് കുറേ നേരമായി വിളിക്കണ്. എന്താ കിട്ടാത്തത്? അത് ഓഫാ. അത് ശരി. എൻ്റെ ഒച്ചയൊക്കെ പുതിയപ്പം വിളിച്ചാ. എന്താടി സുഖല്ല എനക്ക്? ഉമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓരെല്ലാം ഇപ്പം എത്തിയതേ ഉള്ളൂ. ബാപ്പാക്ക് ചായ എടുത്ത് കൊടുക്കട്ടെ. ഹാദിയ, നല്ല മൊഞ്ചത്തിയായിരിക്കണല്ല.